പേട്ട ആനേറ റോഡിന് അനുബന്ധമായുള്ള ഓട നിർമ്മാണത്തിനെതിരെ വെൺപാലവട്ടത്ത് പ്രതിഷേധം. അശാസ്ത്രീയമായ ഓട നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. പേട്ട ആനേറ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഓട ശിവാനന്ദൻ ബംഗ്ലാവിൽ റോഡ് ഓടയുമായി ബന്ധിപ്പിക്കുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധമുയരുന്നത്. അശാസ്ത്രീയമായി നടക്കുന്ന ഓട നിർമ്മാണം വെൺപാലവട്ടം നിവാസികളെ വെള്ളക്കെട്ടിലാക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. പേട്ട വെൺപാലവട്ടം റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡ് ഉയർത്തിയപ്പോൾ വെൺപാലവട്ടം മുതൽ ഊളംകുഴി വരെയുള്ള ഭാഗം 1.5 കിലോമീറ്റർ ഭാഗത്തുനിന്നും സ്ലോപ്പ് ക്രമീകരിച്ചു. അത്രയും ഭാഗത്തു നിന്നുള്ള വെള്ളം ഓട വഴി ശിവാനന്ദൻ റോഡ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് നിർമ്മാണം. എന്നാൽ ഇവിടെ നിന്നും ബൈപ്പാസിലുള്ള ഓടയിലേക്കോ മറ്റു സ്വീവേജ് പ്ലാന്റിലേക്കോ കണക്ടിവിറ്റി നൽകാതെ അശാസ്ത്രീയമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഞങ്ങളുടെ ദുരിതത്തിന് വീണ്ടും ആക്കം വർദ്ധിപ്പിക്കാനായിട്ട് വെൺപാലവട്ടം ജംഗ്ഷൻ മുതൽ ഊളംകുഴി വരെയുള്ള സ്ഥലത്തെ വെള്ളം ഒരുമിച്ച് സമാഹരിച്ച് മാൻഹോള് കളക്ട് ചെയ്ത് അത് ഈ റെസിഡൻസ് അസോസിയേഷൻ ഏരിയയിലോട്ട് കടത്തിവിടാനും അത് അവിടെ നിന്ന് ഫർദർ എങ്ങനെ അതിൻ്റെ അടുത്ത ജലനിർഗമന മാർഗം എന്താണെന്ന് കാണാതെ യാതൊരു വിധമായിട്ട് ഉള്ള ഒരു ആലോചനയും കൂടാതെ വളരെ ബ്ലൈൻഡായിട്ട് വളരെ അന്ധമായിട്ട് ഈ വെള്ളം ഒഴുക്കിവിട്ട് അവിടുത്തെ നിവാസികളെ കഷ്ടപ്പെടുത്താനുള്ള ഒരു ക്രൂരമായ നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഈ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അധികാരികളെ ആശങ്കയറിയിച്ചിട്ടും നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ പ്രദേശവാസികളെ പ്രേരിപ്പിച്ചത്. നിലവിൽ ഒറ്റ മഴയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശത്ത് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഓട ജനജീവിതം ദുസ്സഹമാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നേതൃത്വത്തിലുള്ള പ്രതിഷേധ യോഗത്തിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. ഈ ഒരു സംരംഭം അവർ വെച്ച് പിന്മാറുന്നതുവരെ നമ്മുടെ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ ഉച്ചത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. വെൺപാലവട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രദേശവാസികൾ പങ്കെടുത്തു. പ്രതിഷേധക്കാർ മനുഷ്യമതിലും തീർത്തു. പദ്ധതിയിൽ നിന്ന് അധികൃതർ പിന്തിരിയും വരെ പ്രതിഷേധം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.